MEP ഫീൽഡ് വേഴ്സ്റ്റ് പെയ്ഡ് അല്ലെങ്കിൽ ലെസ് പെയ്ഡ് ഫീൽഡ് ആണെന്ന് പലരും പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതിന്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ആ ഫീൽഡിനെ കുറിച്ച് പ്രോപ്പറായിട്ട് എക്സ്പ്ലോർ ചെയ്യാതെ അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ ഫീൽഡിലുള്ള ഈ പറഞ്ഞ ഹൈ പെയ്ഡ് ജോബ് റോളിൽ എത്താത്തത് കൊണ്ടൊക്കെയാണ് പലരും ലെസ് പെയ്ഡ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നത്. അതിന്റെ ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും നമ്മളിപ്പോൾ MEP ഡിസൈൻ ഒക്കെ പഠിച്ച് സോഫ്റ്റ്വെയറിലൊക്കെ അപ്പ് സ്കിൽ ചെയ്ത് സ്കിൽഡ് ആയിട്ട് അവർ വർക്ക് ചെയ്യുന്നത് ചിലപ്പോൾ സൈറ്റ് ഫീൽഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ലെസ് പെയ്ഡ് ആയിരിക്കും, ഡെഫിനറ്റ്ലി ലെസ് പെയ്ഡ് ആയിരിക്കും. കാരണം ഇന്ത്യ പോലുള്ള അല്ലെങ്കിൽ കേരളത്തിലൊക്കെ ഉള്ള ആൾക്കാർ പല കോൺട്രാക്ടേഴ്സും ഈ MEP കഴിഞ്ഞ ആൾക്കാരെ ഡിസൈൻ ജോബിൽ നിന്ന് മാറ്റിയിട്ട് അവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് ആണ്, ഫ്രഷേഴ്സ് ആണ്, നേരെ സൈറ്റിലേക്ക് കൊണ്ടുവിടും. അവിടെ 15,000 20,000 രൂപയ്ക്ക് ആയിരിക്കും അവർ വർക്ക് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെയാണ് ആക്ച്വലി ബാക്കി നാട്ടിലുള്ള ആൾക്കാരും പാരൻസും ഒക്കെ ഇതിനെ കാറ്റഗറൈസ് ചെയ്യുന്നതും അറിയുന്നതും. അതുകൊണ്ടാണ് പലരും ഈ ഒരു ഫീൽഡ് ലെസ് പെയ്ഡ് ആണെന്ന് പറയുന്നത്. പക്ഷേ നല്ല പ്രോപ്പറായിട്ട് നിങ്ങൾ അപ്സ്കിൽ ചെയ്ത് ഈ പറഞ്ഞ ഈ ഫീൽഡിൽ തന്നെ നല്ല MNCയിൽ നിങ്ങൾ കരിയർ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് 5 LPA നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ട്രെയിനിങ് കൊടുക്കുന്ന പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിക്കോട്ടെ, പല കമ്പനീസ് ആയിക്കോട്ടെ, അവർ ഈ ഒരു രീതിയിൽ ആണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഡെലിവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ പറഞ്ഞ ഹൈ പെയ്ഡ് ആയിട്ടുള്ള റോളിലേക്ക് തന്നെ എത്താൻ പറ്റും എന്നുള്ളതാണ് യാഥാർത്ഥ്യം.